ഹായ്, ഫേസ്ലെസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വയനാട്ടിലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പുണ്ടായി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭ്യമാക്കുക. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയിരിക്കുമെന്ന്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുമായി വരാനുണ്ടായ കാരണം ഈ അറിയിപ്പിന്റെ അടിയിൽ, അതായത് ഈ വാർത്തയുടെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടിട്ടാണ്. ഈ കമന്റുകൾ ഇത്തരത്തിലുള്ളതാണ്. അതായത്, ദയവ് ചെയ്ത് ഒരൊറ്റ പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകരുത്. ആ പണം പാവപ്പെട്ടവർക്ക്, ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് നേരിട്ട് നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 2018 വീട് നഷ്ടപ്പെട്ട പാവങ്ങൾ ഇപ്പോഴും വീട് കിട്ടാതെ ഷെഡിൽ താമസിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അർഹതപ്പെട്ട ജനങ്ങൾക്ക് ഈ വിഷമസമയത്ത് എത്തിക്കാനായി സന്നദ്ധ സംഘടനകൾ ചോദിക്കുമ്പോൾ കൊടുക്കുക. ചിലപ്പോൾ വിവിധ റെസിഡന്റ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, ചാരിറ്റി സംഘടനകൾ, കൂട്ടായ്മകൾ, ക്ഷേത്രം, പള്ളി, മഹല്ല് കമ്മിറ്റികൾ ഇവരൊക്കെ വഴി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരിലേക്ക് അതെത്താൻ സാധ്യതയുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ സംഭാവന കൊടുത്താൽ നിയമസഭയിൽ കണക്ക് ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിച്ച് കണക്ക് ലഭ്യമല്ല എന്ന് പറയുകയേ ഉള്ളൂ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കൂ. സർക്കാർ ഇടപെടലുണ്ടായാൽ അതിലും കഴിയിട്ടു ആരും എന്നൊക്കെയുള്ള കമൻറ്റുകൾ. അതുപോലെ തന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കണം. ഇതിനു മുമ്പുണ്ടായ ദുരിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ എന്നും വീട് പോലും ഇല്ലാതെ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ്. ഈ ഒരു ഫണ്ട് വഴി ദുരിതബാധിതർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. ആശ്വാസം സർക്കാരിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉള്ള കമൻറ്റുകളാണ് ഈ വാർത്തയുടെ അടിയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച്, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച്, അതായത് CMDRF, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ അവരുടെ കേരള ഗവൺമെൻറ് തന്നെ വെബ്സൈറ്റിലുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ ശ്രീ രാജേഷ് കുമാർ സിംഗ് IAS ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. CMDRFിലേക്കുള്ള സംഭാവനകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിറ്റി മെയിൻ ബ്രാഞ്ച് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരിപാലിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിവിധ ദേശസാൽകൃത ഷെഡ്യൂൾ ബാങ്കുകളുടെ പൂൾ അക്കൗണ്ടുകളിലേക്കും പണം അയക്കുകയും ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രമേ ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ. ഓൺലൈൻ പോർട്ടലിന്റെ പ്രവർത്തനത്തിനായി അടുത്തിടെ പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു. ധനകാര്യ സെക്രട്ടറിയുടെ കയ്യിലും മുദ്രയിലും മാത്രമേ ഫണ്ട് പിൻവലിക്കാൻ കഴിയൂ. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് സർക്കാരിലെ റവന്യൂ DRF വകുപ്പാണ്. CMDRFിന്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് തന്റെ വകുപ്പിന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. CMDRF അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ ഓഫീസർക്കും ലഭ്യമായ സാമ്പത്തിക പ്രതിനിധി സംഘവും സർക്കാർ ഉത്തരവുകൾ പ്രകാരം നിശ്ചയിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ, റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് അനുവദിക്കാവുന്ന തുക സർക്കാർ ഉത്തരവുകൾ നിയന്ത്രിക്കുന്നു. അതിലുപരിയായി അത് മന്ത്രിമാരുടെ കൗൺസിലിൻ്റേതൂടെയാണ്. ഇപ്പോൾ CMDRF പൂർണ്ണമായും വെബ് മാനേജ് ചെയ്തിരിക്കുന്നു, അതായത് ഓൺലൈനാണ്. അത് വളരെ സുതാര്യമാണ്. ഇത്രയാണ് എനിക്ക് ഇവരുടെ തന്നെ പോർട്ടലിൽ, വെബ്സൈറ്റിൽ കയറിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് സുതാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും, അത് എനിക്ക് തോന്നുന്നു ജാതിമത ഭേദമന്യേ ഈ കമന്റ് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയ്ക്കും വിശ്വാസ്യതയോടുകൂടി എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായി ഇത് മാറിയത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ അവർ അനുഭവം കൊണ്ടായിരിക്കാം. എങ്കിൽ പോലും കുറച്ചുകൂടി സുതാര്യത ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ നല്ലതായിരുന്നേനെ. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റായ ഒരു ബാങ്ക് അക്കൗണ്ട്, നമ്മൾ ഇടുന്ന പൈസ നമ്മൾക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരിട്ടത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ശരിയാണ്. വിവരാവകാശ നിയമം ഒക്കെ ഇതിന് ബാധകമാണ്. അപ്പോൾ അതിൽ സുതാര്യതയുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. ഇപ്പം ഞാൻ കുറച്ച് പൈസ ഇട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പൈസ ഇട്ടാൽ എനിക്കിത് കാണാൻ പറ്റുകയും ഞാനെടുത്ത പൈസ നിങ്ങൾക്ക് കാണാൻ പറ്റുകയും
ഏത് ഫണ്ടിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നൊരു സംവിധാനവും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇതിനുള്ള ഒരു വിശ്വാസ്യത വന്നേനെ. പിന്നെ എല്ലാവരും പറഞ്ഞു വേറെ വഴികൾ വഴി ഈ സംഭാവന നടത്തണമെന്ന്. പക്ഷേ ഈ സംഭാവന പണ്ട് ഇതുപോലെ നമ്മുടെ 2018 നടത്തിയപ്പോൾ പല രീതിയിൽ സംഭാവന പിരിച്ചുകൊണ്ട് പല ആൾക്കാർ വ്യക്തികൾ പോവുകയും അമ്പലം വഴിയും പള്ളി വഴിയും ഒക്കെ ഇത് പിരിച്ചുകൊണ്ട് പോയി, സംഘടനകൾ വഴിയും ഒക്കെ പിരിച്ചുകൊണ്ട് പോയിട്ട് ഭയങ്കര ചൂഷണം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധി ആരംഭിക്കാൻ തന്നെ ഉണ്ടായ കാരണം. അപ്പോൾ അതും അത്ര നമുക്ക് വിശ്വാസ്യത ഉള്ള ഒരു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുള്ള സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വിവരാവകാശ കമ്മീഷനിലൊക്കെ ഇത് ബാധകമായിട്ട് ഈ CMDRFന് ബാധകമാണെന്നുള്ള സ്ഥിതിക്ക് നമുക്ക് കുറച്ച് വിശ്വസിക്കാമെന്ന് തന്നെ വെക്കുക. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ പോലും പിച്ചയടിക്കുന്ന സർക്കാരിനെ, അതിപ്പോൾ ഏത് സർക്കാരായിക്കോട്ടെ, അങ്ങനൊരു സർക്കാർ ശരിയായ രീതിയിലാണോ പോകുന്നത്? അത് ശരിയായ ഒരു കാര്യമാണോ? കാരണം നമുക്ക് ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിച്ചയെടുത്തിട്ടാണോ നമ്മൾ ആ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കേണ്ടത്? ഖജനാറിൽ അത്രയ്ക്കും പൈസ ഇല്ലേ? ജനങ്ങൾക്ക് വേണ്ടി അല്ലേ ഈ നികുതിയെല്ലാം പിരിക്കുന്നത്? അപ്പോൾ ആ പിരിച്ച പണം വെച്ചിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ലേ? അതിന് ചിലപ്പം പലർക്കും പല ഉത്തരങ്ങളുണ്ടാകുമായിരിക്കാം. രാഷ്ട്രീയപരമായിട്ടല്ല ഞാനിതൊന്നും സംസാരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ നിന്നും പിരിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സ്കിപ്പാവുന്നുണ്ട്. അത് മസ്റ്റായിട്ടും ചെയ്യണം. ഇത്തവണ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യം സംസ്ഥാനത്തെ 21 മന്ത്രിമാരുടെയും 2 മാസത്തെ സാലറി ഈ ഫണ്ടിലേക്ക് എത്തിക്കണം. അതുപോലെ സർക്കാർ ജീവനക്കാരുടെയും MLAമാരുടെയും 1 മാസത്തെ സാലറി അല്ലെങ്കിൽ 2 മാസത്തെ സാലറി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കണം. നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ മന്ത്രിമാർ, അല്ലാതെ മന്ത്രിമാർക്ക് വേണ്ടിയല്ല നമ്മൾ. ഇതിനകത്ത് സാലറി അലവൻസ് ഉൾപ്പെടെ വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത്രയും നാൾ ഇതൊക്കെ പറ്റി തന്നെയാണല്ലോ ഇവർ ജീവിച്ചത്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? വീണ്ടും കൈ നീട്ടി നമ്മുടെ മുന്നിലേക്കല്ലേ വരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. ബാക്കി ഇതിൻ്റെ സുതാര്യതയെക്കുറിച്ച് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് കുറേ കൂടെ സുതാര്യമായ വേറൊരു മാർഗം നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിലേക്ക് തന്നെ സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ വേറെ ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും അവർക്കുള്ള സഹായം നമ്മൾ എത്തിക്കണം. അതിനകത്ത് നമ്മളെ മനസാക്ഷിക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷേ എന്നും ചോദ്യങ്ങളായിട്ട് തന്നെ അവസാനിക്കുകയല്ല വേണ്ടത്. അതിന് ഉത്തരങ്ങൾ ഉണ്ടാവണം. നമ്മളെ പിടുകാൻ വേണ്ടിയല്ല ഒരു സർക്കാരിനെയും നമ്മൾ പോറ്റേണ്ടത്. നമുക്ക് വേണ്ടിയായിരിക്കണം എല്ലാ സർക്കാരുകളും ഉണ്ടായിരിക്കേണ്ടത്. ബൈ.